ഓ ഇവരുടെ ചത്തവരുടെ സാധനമായിരുന്നു നമ്മൾ ഇട്ടോണ്ട് നടന്നത്. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് അമേരിക്ക കണ്ടിട്ട് വരാം ഗൈസ്. അതെ, നമ്മൾ കാനഡയുടെയും അമേരിക്കയുടെയും നടുക്കുള്ള നയാഗ്ര ഫോൾസ് കാണാനാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് ലോകത്തിലെ ഏറ്റവും മനോഹരമായ വാട്ടർഫോൾ കണ്ടിട്ട് വരാം ഗൈസ്. ഇവിടുന്ന് ഒരു 2-2.5 മണിക്കൂറുണ്ട്, നമുക്ക് നോക്കാം. ഈ യാത്രയുടെ സാരഥിയാണ് ഗൈസ് ഇത്, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അൽവിൻ. ഇവൻ അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ ഏത്. എന്നാൽ പിന്നെ 2-3 ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് 2 ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ആ കാഴ്ച കണ്ടത്. അതെ, മനസ്സ് പറഞ്ഞതുപോലെ തന്നെ ഒടുക്കത്തെ മഴയായി ഗൈസ്. എങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയില്ല. എന്നും നല്ല വെയിലുള്ള കാനഡയാണ്, ഇന്ന് ഒടുക്കത്തെ മഴ. എവിടെ ഞങ്ങൾ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണല്ലോ, അത് പിന്നെ പറയണ്ടല്ലോ. ഞാനല്ലേ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പിന്നെ കുഴപ്പമില്ല, മഴ ആസ്വദിച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. 10 മിനിറ്റ് പോലും ആയില്ല, അതിനിടയ്ക്ക് മഴ ദേ പോയി. അങ്ങനെ ഗൈസ് ഞങ്ങളൊരു 100-110 സ്പീഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളൊരു കാർ കണ്ടത്. അതെ ഗൈസ്, ആ കാറിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് ഹോങ് ഐ ആം 40. അപ്പോൾ അതിലൊരു ബർത്ത്ഡേ ബോയ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വിഷ് ചെയ്യണ്ടേ. അൽവിന് ഒരേ നിർബന്ധം, വിഷ് ചെയ്യാതാവാൻ പോയില്ല. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു ആ കാർ ഫ്രണ്ടിലാവുന്നത് വരെ. എന്നിട്ട് ഞങ്ങൾ കീ അടിച്ചു, ആളെ വിഷ് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു ഞങ്ങൾ പാടുന്നുണ്ടായിരുന്നു. അതെന്തായാലും ആൾ കേൾക്കുന്നില്ലല്ലോ. ഞങ്ങൾ അവിടെ നിന്ന് ഭയങ്കര പാട്ടും ബഹളമൊക്കെ ആയിരുന്നു. അൽവിന് ഭയങ്കര സന്തോഷമായി ഗൈസ്. അങ്ങനെ നീണ്ട 2-2.5 മണിക്കൂറിന് അവസാനം നമ്മൾ നയാഗ്ര ഫോൾസ് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പാർക്കിംഗ് ഏരിയ തപ്പി നടക്കുകയാണ്, എവിടെ പാർക്ക് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ നയാഗ്ര ഫോൾസ് ഹിസ്റ്ററി മ്യൂസിയം കണ്ടത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരേ നിർബന്ധം, അതൊന്ന് കയറി കാണണം, അതിൻ്റെ അകത്ത് എന്താണെന്നൊക്കെ അറിയണമെന്ന്. പുറത്തിറങ്ങിയപ്പോഴാണെങ്കിൽ കണ്ണ് ഓർക്കാൻ വയ്യ, അമ്മാതിരി വെയിലായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അകത്തേക്ക് കയറി. പെർ ഹെഡ് $6 അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് എടുക്കുകയാണെങ്കിൽ $20. സോ ഞങ്ങൾ ഫാമിലി എടുത്തത്. അതിനുശേഷം ഞങ്ങൾ ആദ്യം വന്നത് ഗിഫ്റ്റ് സെക്ഷനിലേക്കാണ്. അത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റും. ഇതൊക്കെ ടൈപ്പ് റൈറ്ററൊക്കെ കണ്ടു, ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. എനിക്കൊന്നും വാങ്ങണം എന്ന് തോന്നിയില്ല, അങ്ങനെയൊന്നും എനിക്ക് വലിയ ആഗ്രഹമില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് തിരിച്ച് പതുക്കെ നടന്നു വന്നപ്പോഴാണ് ഗൈസ് ഈ കാഴ്ച ഞാൻ കണ്ടത്. കണ്ട ഉടനെ ഞാനും ഒന്ന് ട്രൈ ചെയ്തു, ആ കോട്ടും ക്യാപ്പും ഗണ്ണൊക്കെ ട്രൈ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഈ കാഴ്ച കണ്ടത്. സീരിയസ്ലി ഞാൻ ഈ കാഴ്ച കണ്ടപ്പം ഒന്ന് പേടിച്ചു. ബാക്കിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു, അയ്യോ ഈ ചത്തുപോയ ആൾക്കാരുടെ കോട്ടും സൂട്ടും ഒക്കെയാണോ എടുത്തിട്ടുകൊണ്ട് നിന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് അതൊന്നുമല്ല. എന്ത് നല്ല വെയിറ്റ് ആയിരുന്നു എന്നറിയുക ഗണ്ണിനൊക്കെ. ആ ഒരു ടൈമിൽ ഇവർ എങ്ങനെ അത് യൂസ് ചെയ്തു എന്നാണ് ഞാൻ ആലോചിച്ചത്. അതുപോലെ കുറേ കാര്യങ്ങൾ മ്യൂസിയത്തിലുണ്ടായിരുന്നു. അതൊക്കെ നടന്ന് ഞങ്ങൾ പതുക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അറിയാമല്ലോ, ഞങ്ങൾക്കിങ്ങനെ ഒരുപാട് ശരീരം അനങ്ങിക്കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ പെട്ടെന്ന് വിശക്കും. എനിക്ക് മാത്രമല്ല, കൂടെ വന്ന ആൾക്കാരും എൻ്റെ അതേ മൈൻഡുള്ള ആൾക്കാരായതുകൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ കഴിക്കാൻ റെഡിയായി. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഒരു പൊടിദോശയും ഞാനൊരു നൂഡിൽസും വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓപ്പോസിറ്റ് ഞങ്ങളുടെ അൽവിൻ മോൻ്റെ ദോശ വന്നത്. അത് കണ്ട് ഞങ്ങളൊന്ന് ഞെട്ടി. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഈ ദോശ ഫുള്ള് നീ കഴിക്കുമോ? ഒറ്റയ്ക്ക് കഴിക്കും? ഉറപ്പാണല്ലോ. ഓക്കെ ഫൈൻ. ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നാണ് നടന്നത്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. ശരിക്കും ആദ്യം ഞാൻ വിചാരിച്ചു ഗൈസ് അവൻ തിന്ന് തീരില്ലെന്ന്. പക്ഷേ അറ്റ് ലാസ്റ്റ് അവൻ കഴിച്ച് തീർന്നു ഗൈസ്. അതുമാത്രമല്ല, ഞങ്ങൾ കൊടുത്ത നൂഡിൽസും അവൻ കഴിച്ചു. ഗുലാബ് ജാം ടേസ്റ്റ് ചെയ്തു. ഗുലാബ് ജാം എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്, പക്ഷേ അത്ര ഒരു നമ്മുടെ നാട്ടിലെ ആ ഒരു രുചി വന്നില്ല. പിന്നെ ചീസ് കേക്ക് ഉണ്ടായിരുന്നു ഗൈസ്. ചീസ് കേക്ക് എനിക്ക് വേണ്ടായിരുന്നു, ഞാൻ കഴിക്കില്ല. അത് ഞാൻ അവന് കൊടുത്തു. അപ്പോൾ അവൻ നല്ല മനസ്സോടുകൂടി നോ പറയാതെ അതും കഴിച്ചു ഗൈസ്. നമ്മൾ ഗേൾസിനുള്ളതിനെക്കാട്ടിയും കാനഡയ്ക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട് ഗൈസ്, സത്യം പറയാമല്ലോ. ഒരു 10-15 മിനിറ്റ് മുമ്പ് നല്ല വെയിലായിരുന്നു, ഇപ്പോൾ നോക്കി നല്ല മഴയായി. ഞങ്ങൾ കുടയൊക്കെ പിടിച്ചാണ് നടക്കുന്നത്, അമ്മാതിരി മഴയായി ഗൈസ്. പിന്നെ എന്ത് ചെയ്യാനല്ലേ. അങ്ങനെ ഞങ്ങൾ പതുക്കെ നടന്ന് വന്നപ്പം ദേ ബ്രിഡ്ജ് ടു USA, ആ ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ. എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട് കയറി പോക്കോളൂ, അങ്ങ് അമേരിക്കയിലെത്താമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഇനി നയാഗ്ര ഫോൾസ് ഞാൻ ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ മുമ്പേ നടക്കുകയാണ് ഗൈസ്. അങ്ങനെ നടന്ന് ഞങ്ങൾ എത്തി. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ എത്തി ഗൈസ്. ഞാൻ കണ്ടു അത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് കാണിച്ചു തരികയാണ്, അതാണ് അമേരിക്ക, കണ്ടോളൂ. ഇനി അമേരിക്ക കണ്ടില്ലെന്ന് പറയണ്ട, അതാണ് നമ്മുടെ സ്വന്തം USA എന്ന് പറയുകയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നയാഗ്ര വാട്ടർഫോൾസ്. എന്താ പറയുക, ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രകൃതി അത്ഭുതങ്ങളിൽ ഒന്ന് തന്നെ. ഇതേ ആ കാണുന്ന ബോട്ടാണ് നമ്മുടെ കാനഡ ബോട്ട്. ആ കാണുന്നത് ഇത് അമേരിക്കൻ ബോട്ടാണ്. അപ്പം ഇതിൽ നമുക്ക് കയറാൻ പറ്റും. പക്ഷേ എനിക്ക് വെള്ളം പേടിയായതുകൊണ്ട് ഞാൻ സമ്മതിച്ചില്ല, ഞങ്ങളാരും കയറിയില്ല.
പിന്നെ ഞങ്ങൾ അതിനുശേഷം ഇങ്ങനെ പതുക്കെ നയാഗ്ര വാട്ടർഫോൾസിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കാൻ പറ്റും. കുറേ ദൂരമുണ്ട്, അറ്റം വരെ പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങളിങ്ങനെ പതുക്കെ നടക്കായിരുന്നു. ആ കാണുന്ന ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അമേരിക്കയാണ് ഗൈസ്. പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല, കയ്യിൽ വിസയില്ല. അങ്ങനെ ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത് ഗൈസ്. യെസ്, കാസിനോ. ഇതേ കാസിനോ ഗൈസ്. മൂവീസിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഗോ കാർട്ടിങ് കണ്ടു. അത് കുറേ നേരമായി നോക്കിക്കൊണ്ടിരുന്നു ഗൈസ്. കുറേ കുട്ടികളുണ്ടായിരുന്നു. അവിടെ ക്യൂ കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. പിന്നെ ശരിക്കും എനിക്ക് ഇവരുടെ അഡ്വർടൈസ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. കുട്ടികളെ പെട്ടെന്ന് ആകർഷിക്കാൻ പറ്റുന്ന പോലെയാണ് അവരെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. നോക്കിയേ, ഹോട്ട് ഡോഗ്സ്, ഐസ്ക്രീം, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും വാങ്ങണം തോന്നുന്നില്ല. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗെയിം സോൺ ഏരിയയിലേക്ക് കയറി ഗൈസ്. പിന്നെ ഗൈസ്, ഇതൊരു വേറൊരു ലോകമാണ്. ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ പ്രായം എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണ്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ ഗൈസ്. സത്യം പറയാലോ, അമ്മാതിരി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. അങ്ങനെ ഞങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവന്മാർക്ക് രണ്ടുപേർക്കും നേരത്തെ ബൗൾ ചെയ്യാൻ അറിയായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. ഇവൻ ഇതിൽ പ്രോ ആയിരുന്നു, അൽവിൻ. പിന്നെ ഇവനും അത്യാവശ്യം കളിച്ചായിരുന്നു, ഞാൻ മോശമായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി ഗൈസ്. അപ്പോൾ ഞാൻ വീണ്ടും വിചാരിച്ചു, കുട്ടികളെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടെ നമ്മൾ കണ്ണു പൊത്തി വേണം കൊണ്ടുനടക്കാൻ. കാരണം നോക്കിക്ക് അവരെന്ത് മനോഹരമായിട്ടെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ആർക്കായാലും ഒന്ന് കയറി അതിൻ്റെ അകത്ത് എന്താ എന്ന് നോക്കാൻ തോന്നും. ആ രീതിയിലായിരുന്നു എല്ലാ അറേഞ്ച്മെൻറ്റ്സും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ നേരത്തെ കണ്ട റെയിൻബോ ബ്രിഡ്ജ് ടു USA. നമ്മൾ നേരത്തെ കണ്ടു. അങ്ങനെ ഞങ്ങൾ കാർ എടുത്തു, പതുക്കെ ഞങ്ങൾ തിരിച്ചു അവിടുന്ന്. അപ്പോൾ ഞങ്ങളുടെ സാരഥി ഒരു സൈഡായി ഉറങ്ങി. അങ്ങനെ ഗൈസ്, ഇന്നത്തെ ദിവസം വളരെ മനോഹരമായി അവസാനിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. നല്ലൊരു ദിവസമായിരുന്നു. മഴയും വെയിലും നയാഗ്ര ഫോൾസും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും നയാഗ്ര ഫോൾസ് കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പം ബൈ.